So he will be sharing from the word. Shaji uncle, please take your time. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. വീണ്ടും ഈ സന്ധ്യയുടെ യാമത്തില് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം സർവശക്തനായ ദൈവം ചൊരിഞ്ഞ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യ നമുക്ക് ജീവിതത്തില് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ജോയിച്ചാനെ ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. തുടർന്നുള്ള ദിവസങ്ങളും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലെ യാചനയുടെ ശബ്ദം പ്രിയദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് വിടുതലോടെ ഭവനത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് സ്വല്പ നേരത്തെ ദൈവീയ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനുള്ള വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറായ. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്നു സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെ ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, ഈ സന്ധ്യയിൽ കർത്താവെ, ഞങ്ങൾ നിന്റെ വചനവുമായിട്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ നാവുകളൊക്കെയും ശൂന്യമായ കർത്താവെ, എന്നാൽ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ നാവിന്റെ കൂടെ ഇരിക്കണം കർത്താവെ. കേൾക്കുന്ന നിന്റെ മക്കളെയും കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞാൻ കഴിവില്ലാത്തവന, എന്നാലും കർത്താവെ നീ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിന്റെ വചനത്തിൽ കൂടി കർത്താവെ നീ നിന്റെ മക്കളോട് വിളമ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വീണ്ടും കർത്താവെ എല്ലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവകുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോയിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൃപയുടെ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷയോടുന്നു. കൃപയോട് കേട്ട് തിരുമരാണമേ. ആമേൻ. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കാരണം നമ്മളൊക്കെ ഒത്തിരി മെസ്സേജുകൾ ഈ വിഷയത്തിൽ നമ്മളൊക്കെയും ശ്രവിച്ചിട്ടുള്ളതുമാണ് ഈ വാക്യത്തിൽ കൂടി. എന്നാൽ ഇന്നത്തെ സന്ധ്യയിലെ സ്വല്പ ചിന്തയ്ക്ക് എൻ്റെ മനസ്സിൽ കൂടി ദൈവം തമ്പുരാൻ തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പത്രോസിന്റെ കുടുംബം നമുക്കറിയാം, ഒരു സാധാരണ കുടുംബം. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ആയിരുന്നു ഈ പത്രോസ്. ഭാര്യയും മക്കളും. ഈ കുടുംബത്തെ നോക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും കടലിൽ പോകും. നമുക്കറിയാം നാട്ടിലൊക്കെ ഈ മുക്കുവരുടെ അവസ്ഥ. കാരണം അന്നന്ന് കടലിൽ പോയി കിട്ടുന്ന മീൻ വിറ്റ് അവരുടെ കുടുംബങ്ങൾ പോറ്റിയിരുന്നത്. കാരണം ഒരു ദിവസം അവർ പോയില്ലെങ്കിൽ അത് പട്ടിണിയാണ് പണ്ടുള്ള കാലത്തൊക്കെ. ഇന്നൊക്കെയും സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്നും അവസ്ഥ അത് തന്നെ. അവർക്ക് ഒരു ദിവസം അവർക്ക് കടലിൽ പോയി ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്നത്തെ വീട് പട്ടിണിയാണ്. ഈ ഒരു അവസ്ഥ തന്നെയാണ് അന്നും ഉണ്ടായിരുന്നത്. ഓരോ ദിവസവും കടലിൽ പത്രോസ് കടന്നു വരും. മീൻ പിടിച്ച് അന്നന്ന് അവരുടെ ഭവനത്തിൽ ആഹാരത്തിനുള്ളതൊക്കെയും ഒരുക്കുവാൻ വേണ്ടി ആ സന്തോഷത്തിൽ കടന്നു വരും. എന്നാൽ ഈ ദിവസം, ഈ കടന്നു വന്ന എന്നേ ദിവസം പത്രോസിന്റെ ജീവിതത്തില് ഒരു വലിയൊരു അനുഭവമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഈ സാധാരണക്കാരനായ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പീറ്റർ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഒരു മനുഷ്യനായിരുന്നു.
എന്നാൽ അസാധാരണമായ ഒരു മനുഷ്യനായി തീരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പീറ്ററിന്റെ ജീവിതത്തിലേക്ക് അവന്റെ ശൂന്യതയുടെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് മനുഷ്യനെയും ഏത് മനുഷ്യനെയും സാധാരണക്കാരായ മനുഷ്യനെ അസാധാരണക്കാരിലേക്ക് നടത്തുവാന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മതിയായവന്. എത്ര പരാജയത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരും, എത്ര പ്രയാസത്തിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്നവരും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അവൻ നമ്മളെ ബലപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാ. ആ ഒരു ദൈവമാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം യോസഫിന്റെ അവസ്ഥ. സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞപ്പോൾ, അവനെ അടിമയായി വിറ്റപ്പോഴും യോസഫിനെ ദൈവം മറന്നില്ല. മനുഷ്യൻ നിങ്ങളെ മറന്നാലും, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ മറന്നാലും, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മറന്നാലും, നമ്മുടെ അരുമനാഥൻ ഒരിക്കലും നമ്മളെ മറക്കില്ല. കാരണം അവൻ തന്റെ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ നമ്മുടെ കർത്താവ്. നമ്മുടെ ശരീരത്തിന്മേല് നമുക്ക് അധികാരമുള്ളവൻ നമ്മുടെ ക്രിസ്തു മാത്രമേ ഉള്ളൂ, നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും അവരൊരു രാത്രി മുഴുവനും അധ്വാനിച്ചു. കാരണം അവർക്കറിയാം, ഒരു മുക്കുവനറിയാം, ഒരു രാത്രി അധ്വാനിച്ചാല് എവിടൊക്കെ വല വീശിയാല് മീനെ കിട്ടും എന്നുള്ളത് അവർക്ക് ഒരു മുക്കുവൻ അറിയാം. പക്ഷെങ്കിൽ ഈ ഒരു രാത്രി അവരുടെ ജീവിതത്തില് അസ്വാഭാവികമായ ഒരു രാത്രിയായിരുന്നു. അന്ന് രാത്രിക്കാലം ഇവര് രാത്രി അധ്വാനിച്ചു, വളരെയധികം അധ്വാനിച്ചു. പക്ഷെങ്കിൽ ആ രാത്രി അവർക്ക് പിഴച്ചു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർക്ക് അന്ന് രാത്രികാലം ഒരു ചെറിയ മീൻ പോലും അവർക്ക് പിടിക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പ്രയാസത്തിന്റെയും പരവേശത്തിന്റെയും മധ്യത്തിൽ ഇരിക്കുമ്പോൾ ആ ഒരു മനുഷ്യന് ഒരു കൂട്ടം ആളുകളുമായിട്ട് ഈ ഗന്നസരേത്ത് തടാകത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചില ചിന്തകളുമായി ഈ സമയം നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എല്ലാം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും ഈ സമയത്തിന് ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. പലപ്പോഴും പീറ്ററിന്റെയും ജോണിന്റെയും ജെയിംസിന്റെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ യേശുവിനെ കണ്ടെത്തുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, അത് ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ള ഒരു അവസരങ്ങളായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉരുണ്ടുകൂടി വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന് അതിനെല്ലാം ഓരോ പദ്ധതികളുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർത്തുകൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനുള്ള ദൈവത്തിന്റെ സമയം ആസന്നമായി എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. എന്നിട്ട് ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. പക്ഷെ അത് നമ്മളെ തളർത്തുവാനോ നമ്മളെ കിടർത്തുവാനല്ല, പിന്നെയോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ നമ്മളിൽ പ്രകടമാകാൻ വേണ്ടിയാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു, നമ്മെ തേടി വരുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം, അവർ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാര് ദൈവവചനം കേൾക്കുന്നതിനെ അവിടെ തിക്കിത്തിരക്കിക്കൊണ്ട് രണ്ട് പടക് അവിടെ അടുത്ത് നിൽക്കുന്ന അവർ കണ്ടു. ഇവിടെ പത്രോസ് അന്നത്തെ അധ്വാനത്തിന് ശേഷം വലയൊക്കെയും കഴുകി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് വലിയൊരു ജനക്കൂട്ടമായിട്ട് അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പത്രോസിന്റെയും യാക്കോവിന്റെയും യോഹന്നാന്റെയും ജീവിതത്തില് പ്രതിസന്ധി സംഭവിച്ചപ്പോൾ അവർ ദൈവത്തെ തേടിപ്പോയില്ല, പിന്നെയോ ദൈവം അവരുടെ സന്നിധിയിലേക്ക്, അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗന്നസരേത്ത് തടാകത്തിലേക്ക് യേശു പോകാനുള്ള ഏക കാരണവും ഈ 3 മനുഷ്യരായിരുന്നു എന്നുള്ളതിന് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു.
അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച പരാജയമായിരുന്നു നമ്മുടെ കർത്താവിന് ഈ ഗെനസരേത്ത് തടാകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത് എന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ ഭവിക്കുമ്പോൾ നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മളെ ചേർത്തുകൊള്ളും. ആ ഒരു കർത്താവാണ് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതുമായ നമ്മുടെ ദൈവം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ സമയത്ത് ഈ കർത്താവ് ഈ ഗെനസരേത്ത് തടാകത്തിലേക്ക് കടയിലേക്ക് കടന്നു വരുമ്പോൾ ഇവര് ആ സമയത്ത് കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്നില്ല. അവരെ കർത്താവിനെ ഉൾക്കൊണ്ടവരായിരുന്നില്ല ആ സമയത്ത്. എങ്കിൽ തന്നെയും അവരുടെ പ്രയാസങ്ങളുടെ മേലെ കേവലം മുക്കുവന്മാരായിരുന്നു അവരുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവിനെ നമുക്ക് ആ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരല്ലായിരുന്നിട്ടും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ യേശു ഇറങ്ങി വന്നപ്പോൾ അവന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ അവൻ എന്തുമാത്രം കൃപ ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അവൻ ഒരു നാളും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ തേടി വരുന്ന ഒരു ദൈവം. എത്ര വിശ്വസ്തനായ എത്ര സ്നേഹസമ്പന്നായ ഒരു കർത്താവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ പ്രയാസങ്ങളില് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മൂന്നാമതായിട്ട് ശിമോന്റെ പടകിൽ കയറുന്ന ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നു. ആ പടകിൽ ശിമോനുള്ളതായ മൂന്നാമത്തെ വാക്യത്തില് ആ പടകിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് അവിടെ കടന്നു വന്നു. അവൻ 2 പടക് അവിടെ കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ അടുത്ത് 2 പടക് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ശിമോനുള്ളതായിരുന്നു എന്ന് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അന്നേരം അടുത്തത് വേറെ ആരുടെ ആയിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതുപോലെ നമുക്ക് ചിന്തിക്കാം, ആ ഷോറില് അനേക കപ്പലുകൾ, മീൻപിടുത്ത ബോട്ടുകള് അവിടെ വന്നടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെയും കൊല്ലത്ത് നീണ്ടകരയിലൊക്കെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ രാവിലെ മീൻ പിടിച്ച് അവര് മീൻ എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന അനേക ബോട്ടുകളൊക്കെയും അവിടെ നിരന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ തന്നെ ഗെനസരേത്ത് തടാകത്തിന്റെ സമീപത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു അവിടെ കടന്നു വന്നപ്പോൾ അനേക ബോട്ടുകളൊക്കെയും അവരുടെ ജോലി, അന്നത്തെ അധ്വാനം കഴിഞ്ഞിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. എന്നാൽ കർത്താവ് അവിടെ 2 ബോട്ടുകളില് ഒരു ബോട്ടിനെ അവിടെ തെരഞ്ഞെടുക്കുന്നത്, അവിടെ ശിമോന്റെ ബോട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ വേദനയുടെ ആഴം നമുക്കറിയുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ കർത്താവിന് അറിയുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വേദനയുടെ ആഴത്തെ കൂടുതൽ ഗ്രഹിപ്പാന് നമ്മുടെ കർത്താവിന് സാധിക്കുന്നത്, നമ്മളെക്കാട്ടിൽ കൂടുതലും. കാരണം 3.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് എല്ലാ പ്രയാസങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ കൂടിയാ നമ്മുടെ കർത്താവ് കടന്നുപോയത്. ആ ഒരു വേദനകളൊന്നും ആ പ്രയാസങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതായത് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ എല്ലാം അതിന്റെ അത്യുന്നതിയില് അതിൽ കൂടി സഹിച്ച് കടന്നുപോയ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് 3.5 വർഷക്കാലം. അന്നേരം നമ്മുടെ കർത്താവിന് നമ്മുടെ വേദനകള് നമുക്കുള്ളതിനെക്കാട്ട് കൂടുതൽ ഗ്രഹിപ്പാനുള്ള ശക്തി, അറിവ് നമ്മുടെ കർത്താവിനുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ച് അവന്റെ കുടുംബം പോറ്റണം, അന്നന്ന് ആഹാരത്തിനുള്ള വകയുണ്ടാക്കണം. പക്ഷെങ്കിൽ ആ രാത്രി അവന് ഒന്നും ലഭിച്ചില്ല. ശൂന്യതയുടെ ഒരു മധ്യത്തില് നിൽക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നിരാശയുടെ മധ്യത്തില്, ശൂന്യതയുടെ മധ്യത്തില് കർത്താവ് അവന്റെ പടക് ചോദിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയ നമ്മളോടായിരുന്നുവെങ്കിൽ നമ്മൾ എന്തു പറയുമായിരുന്നു? കാരണം മീൻ പിടിക്കാൻ പോയി രാത്രിയിൽ അധ്വാനിച്ചു. കാരണം മീൻപിടുത്തത്തിന്റെ അധ്വാനം എന്ന് പറഞ്ഞാല് വലിയ വേവ്സ് ഒക്കെ വരുമ്പോൾ അവിടെ വല വീശി മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഠിന പ്രയത്നമാണ്. ഇതിലൊക്കെ മീൻ പിടിച്ച് ഒന്നും കിട്ടാത്തൊരവസരത്തിൽ തന്റെ പടകുകൾ വന്ന് അവിടെ അടുപ്പിച്ചു. എന്നിട്ട് അവൻ വല കഴിക്കൊണ്ടിരുന്ന ഈ സമയത്താണ് നമ്മുടെ കർത്താവ് അവരോട് വന്ന് ചോദിക്കുന്നത്, കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന അവന്റെ പടക് ചോദിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ പറയും, കർത്താവെ ഞാൻ പടക് അടുപ്പിച്ചു കഴിഞ്ഞു, ഇനി അത് ഇറക്കില്ല, അല്ലെ ഞാൻ ഒത്തിരി ടയേർഡാ, എനിക്കിനി അതിന് സാധിക്കില്ല എന്നൊക്കെയും
നമ്മളാണെങ്കിൽ ഒരുപക്ഷെ നമ്മളാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും, നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ ഇവിടെ പത്രോസ് അവിടെ പറയുന്നു, അവന്റെ ശൂന്യതയുടെ മധ്യത്തിലെ കർത്താവിന്റെ കർത്താവ് പടക് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, പത്രോസ് നിരാശയുടെ മധ്യത്തിലും ആകുലതയുടെ മധ്യത്തിലും തനിക്കുള്ളതിനെ വിട്ടുകൊടുക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ ആ പടകുകൾ ശിവോനുള്ളതായ ഒന്നിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് പറഞ്ഞു. കർത്താവിന്റെ മധ്യത്തില് അവനെ പത്രോസ് തന്റെ നിരാശയുടെ മധ്യത്തിലും ആ ആകുലതയുടെ മധ്യത്തിലും തനിക്കുള്ളതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ്, അതാണ് നമുക്ക് പത്രോസിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിച്ചത്. കാരണം നിരാശയുടെ മധ്യത്തില് അവന് ഈ ഷെയറിങ് ഇവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. പലപ്പോഴും നമ്മൾ പറയും, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇത് എന്റേതാ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, കാരണം നമുക്കൊരിക്കലും അങ്ങനെ പറയാനുള്ള ഒരു അർഹതയില്ല. കാരണം നമുക്കൊന്നും നമ്മുടെ എന്ന് പറയാനുള്ളതില്ല. കാരണം അതെല്ലാം നമുക്ക് ദൈവം തമ്പുരാൻ തരുന്ന, അത് നമ്മുടേത് എന്ന് പറയുവാനായിട്ടേ നമുക്ക് ഒരിക്കലും നമുക്ക് സാധിക്കത്തുള്ളൂ. എന്റെ സ്വന്തം എന്ന് പറയുവാനായിട്ട് നമുക്ക് ലോകത്തിൽ ഒന്നുമില്ല. കാരണം അത് നമ്മളുടേതാ. അതാ ദൈവം തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചത്. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിലും നമുക്ക് അതാ കാണുവാനായിട്ട് സാധിച്ചത്. ആ നിരാശയുടെ മധ്യത്തില്, പ്രയാസങ്ങളുടെ മധ്യത്തില്, ആ ശൂന്യതയുടെ മധ്യത്തില് തനിക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വിളമ്പുന്ന ഒരു പത്രോസിനെ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാലാമതായിട്ട് അവിടെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നീക്കപ്പെടുന്ന ഒരു പടകിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാനിപ്പോ വായിച്ചത് തന്നെ. അവൻ ആ പടകിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് പത്രോസിനോട് പറയുന്ന ഒരു ദൈവത്തെ, കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വല്പം നീക്കുക. ജീവിതത്തിൽ ചിലത് പത്രോസിനോട് പറഞ്ഞു അല്പം പടക് കരയിൽ നിന്ന് നീക്കുവാനായിട്ട് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു പക്ഷെ പത്രോസിന് പറയാമായിരുന്നു, പടകടപ്പിച്ചു, കർത്താവിന് വേണമെങ്കിൽ ആ പടകിൽ കയറി ഇരുന്ന് പ്രസംഗിക്കാൻ പറയാമായിരുന്നു. പക്ഷെങ്കില് പത്രോസ് അതല്ല ചെയ്ത്, ദൈവത്തിന്റെ കൽപ്പനയെ മാനിക്കുന്ന ഒരു പത്രോസ അവിടെ കാണുവാനായിട്ട് സാധിച്ച. അവരെ ആ പടക് അതിൽ നിന്ന് ആ ഷോറിൽ നിന്ന് സ്വല്പം മാറ്റുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് ക്രിസ്തുവിനോട് കൂടി നമുക്കും ചേരണമെങ്കിൽ ഇതുപോലെ ചില മാറ്റങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പത്രോസ് അവന്റെ ജീവിതത്തില് കർത്താവ് അവന് പ്രസംഗിക്കാൻ വേണ്ടി ആ ഷോറിൽ നിന്ന് സ്വല്പം നീക്കുന്ന ഒരു പടകിനെയാ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കും ദൈവത്തോട് ചേരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചില മാറ്റേണ്ടതിനെ നമുക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കും ദൈവത്തോട് ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യന് കർത്താവിനോട് ഞാൻ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പല കാര്യങ്ങളും കർത്താവ് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ അതെല്ലാം അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാ കർത്താവ് പറയുന്നു, നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നു. പക്ഷെങ്കിൽ അവന് വളരെ ധനവാനായിരുന്നുകൊണ്ട് അവനെ അവിടെ വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവത്തോടു കൂടി നമ്മൾ അടുക്കണമെങ്കിൽ ചിലതിനെ മാറ്റേണ്ടതിന് ദൈവകരുതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്കും ദൈവസന്നിധിയിൽ അടുക്കുവാനായിട്ട്, ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുവാനായിട്ട് നമുക്കും സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ദൈവഹിതമല്ലാത്തതെല്ലാം കളഞ്ഞിട്ട് അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്ന് ബലപ്പെടുക. നമുക്കറിയാം, ഒന്ന് ചേരേണ്ടതിനോട് മാത്രമേ ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, ഈ വെൽഡ് ചെയ്യുന്നവര് ഈ ഓരോ മെറ്റൽ ആണെങ്കിൽ അതിന് പ്രത്യേക റോഡാ, അല്ലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ പ്രത്യേക റോഡാ. മെറ്റലിന്റെ റോഡ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഇളകിപ്പോരും. അതുപോലെ അതിന് ചേരേണ്ടതിന് ചേർത്തെങ്കിൽ മാത്രമേ അത് ചേരുകയുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ചു നേരം നിന്നേക്കായിരിക്കും, പിന്നെ അത് ഇളകിപ്പോകും. അതുപോലെയാ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എത്ര കണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ പാവങ്ങളെ കറകളെ കഴുകി കളഞ്ഞിട്ട് ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിക്കണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുക. കാരണം നമ്മുടെ ജീവിതത്തില് നമ്മുടെ കടകളെ കഴുകി കറയാതെ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് അടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ഈ പടക് ഈ ഷോറിൽ നിന്ന് സ്വല്പം മാറ്റിയിടുവാനായിട്ട്. അത്രയും നമ്മുടെ ജീവിതത്തില് കഴുകേണ്ടതിനെ ഒന്ന് കഴുകി ശുദ്ധീകരിച്ചിട്ട് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നമുക്ക്
നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. പഴയ നിയമ പുസ്തകത്തിലും പുതിയ പുസ്തകത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോർദാൻ കടക്കുന്നതിന് മുമ്പ് യോശുവ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങളെ തന്നെ കഴുകുവിൻ, എങ്കിൽ ദൈവത്തിന് നാളെ നിങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ അത്ഭുതം കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ അവരേക്ക് ഒന്ന് കഴിയുവാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കഴുകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമുക്കറിയാം ദാവീദിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തും അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരം വചനത്തിലൊക്കെയും പഠിക്കുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിലാണെങ്കിലും ന്യൂ ടെസ്റ്റ്മെന്റിലാണെങ്കിലും ഒരു കാര്യം സ്പഷ്ടമാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കഴിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമുക്ക് ഇവിടെ സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെന്നാ പറഞ്ഞത്, അവിടെ ഷോറിൽ നിന്ന് സ്വല്പം മാറ്റിയിടുക. അന്നേരം ഈ മാറ്റിയിടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളയുന്ന അവസ്ഥകളായിട്ട് മാറണം. ഈ മാറ്റിക്കളയുന്ന അവസ്ഥകളാണ് നമ്മവും ദൈവവുമായിട്ട് ഉള്ള ഒരു ബന്ധം നമുക്ക് നിർത്തുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമതായിട്ട് നമുക്ക് ആ ഭാഗത്ത് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നു, ശൂന്യതയെ മാറ്റുന്ന ഒരു കർത്താവിനെ കുറിച്ച് നമ്മുടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ശിമോനോട് അവൻ ശൂന്യതയിൽ പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ചിരുന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ശൂന്യതകളെ, കാരണം എൻഡിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. കാരണം വല കഴുകി മടക്കി വെച്ചിട്ട് ഭവനത്തിലേക്ക് പോകേണ്ട പത്രോസിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ നിന്റെ എൻഡിങ് പോയിന്റ് ആയിട്ടില്ല, നിനക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആവുന്നേ ഉള്ളൂ. കാരണം നിന്റെ ജോലി തുടങ്ങുന്നേ ഉള്ളൂ. കാരണം ദൈവവചനം വിളമ്പിക്കെടുത്തിട്ട് ദൈവസന്നിധിയിൽ ആ ശൂന്യതയിൽ നിന്ന് വലിയൊരു അവസ്ഥ, ഒരു ചേഞ്ച് പൗലോസിന്റെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. പടയിലിരുന്ന് പുരുഷാരത്തെ എല്ലാം ഉപദേശിച്ചു, ദൈവജനങ്ങൾ കൊണ്ട് അവരെ നിറച്ച്, അത് കഴിഞ്ഞപ്പോൾ ആഴത്തിലേക്ക് വീശുവാൻ പറയുന്ന ഒരു കർത്താവിനെ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മളും ചിന്തിച്ചു പോകും, മുക്കുവിന് അറിഞ്ഞുകൂടാത്ത ഈ തച്ചനായ ഈ മനുഷ്യനെ എങ്ങനെ അറിയാം എന്ന് പലപ്പോഴും നമ്മളും ചിന്തിച്ചു. കാരണം ഇവിടെ പത്രോസിന്റെ ഒക്കെ ജീവിതത്തില് അവരുടെ ചെറുപ്പം മുതല്, ഏറ്റവും ഒരു ബുക്കുകളുടെ കാര്യം അറിയാലോ, ചെറുപ്രായത്തിൽ തൊട്ട് അവരിന് നീങ്ങാൻ ആ സമയം തൊട്ട് അവർക്കറിയാം കടലിന്റെ കാര്യങ്ങളൊക്കെയും. അത് അന്ന് തൊട്ട് ഈ കടലുമായിട്ടുള്ള ബന്ധത്തിൽ മീൻപിടുത്തവുമായി നടക്കുന്ന ഇവരോട് വന്നു പറയുന്നത് ആരാ? ഒരു തച്ചനായ ഒരു മനുഷ്യൻ വന്ന് പറയുക, നമ്മുടെ കർത്താവ് വന്ന് പറയുക, ആ ആഴത്തിലേക്ക് വല വീശുവാനായിട്ട് പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയും അവരുടെയും ജീവിതത്തില് അതുവരെ വരാത്ത ഒരു അനുഭവം ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണുമായിരിക്കാം. കാരണം ഞങ്ങൾക്കറിയാത്തത് ഈ മനുഷ്യനെ എങ്ങനെ അറിയാം എന്ന് പലപ്പോഴും അവരും ചിന്തിച്ച് കാണുമായിരിക്കാം. എന്നാൽ ശിമോൻ അവിടെ കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുന്ന ഒരു ശിമോനെ, പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പത്രോസിന് വേണേ പറയായിരുന്നു, ഞങ്ങള് എത്രയോ വർഷം തൊട്ട് ഈ കടലിൽ ഞങ്ങൾ മീൻ പിടിക്കുക, ഇന്നേ നാൾ വരെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾക്കറിയുന്നതിനപ്പുറം തച്ചനായി നിനക്ക് എങ്ങനെ അറിയാമെന്ന് വേണേ പത്രോസിനെ ചോദിക്കാമായിരുന്നു. പക്ഷെങ്കിൽ പത്രോസ് അത് അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പത്രോസ് അവിടെ ചെയ്യുന്നത് എന്നാൽ ആഴത്തിലേക്ക് അവൻ വലയിറക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ അത് അനുസരിച്ചു, കർത്താവിന്റെ വാക്ക് അനുസരിച്ചു. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങി കഷ്ടപ്പെടുവാൻ തയ്യാറായപ്പോൾ അവർക്ക് ലഭിച്ചതോ വലിയ അനുഗ്രഹമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒഴിഞ്ഞ കൈകളോടെ അന്ന് അവരെ ഭവനത്തിൽ കടന്നു പോകേണ്ടവരാ, ഒഴിഞ്ഞ പടവുമായിട്ട് ഇന്ന് അവിടെ പോകേണ്ടവരാ, ഒഴിഞ്ഞ വലയമായിട്ട് കടന്നു പോകേണ്ടവരാ, ഒഴിഞ്ഞ അവരുടെ ഹൃദയമായിട്ട് കടന്നു പോകുന്നവരാ. പക്ഷെങ്കില് ദൈവസന്നിധിയിലെ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ വിടുതല്, വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തില് കർത്താവ് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയിറക്കുക. ആഴത്തിൽ വലയിറക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യങ്ങളൊക്കെയാ. ആഴത്തിൽ വലയിറക്കി ഈ വലിയ വല വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അവന് വേണേ പറയാമായിരുന്നു, രാത്രി കഠിനാധ്വാനം ചെയ്തതാ, ദൈവമേ ഇനി ഞാൻ ഒത്തിരി ടയേർഡാ, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെയും പത്രോസിന് പറയാമായിരുന്നു. പക്ഷെങ്കില് വചനത്തെ മാനിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ എല്ലാ ഒഴിഞ്ഞ അനുഭവത്തിൽ നിന്ന്, ഒഴിഞ്ഞ കരങ്ങളിൽ നിന്ന്, ഒഴിഞ്ഞ നെറ്റിൽ നിന്ന്, ഒഴിഞ്ഞ പടകിൽ നിന്ന്, ഒഴിഞ്ഞ ഹൃദയങ്ങളിൽ നിന്ന് അവിടെ എല്ലാം ദൈവം തമ്പുരാൻ നിറയ്ക്കുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ട്? ദൈവത്തെ അനുസരണയുള്ളവനായി ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തില് ദൈവം തമ്പുരാൻ നമ്മളോട് ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒഴിഞ്ഞതിനെ, ശൂന്യതയെ നിറയ്ക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഒന്നുമില്ലാത്ത അവസ്ഥയെ കടന്നു പോകേണ്ടവര് ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ അവരുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ
നാം നമ്മെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ വലുതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനുകൾ. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പ്ലാനുകൾ. ഓരോരുത്തരെ കുറിച്ചുള്ള പ്ലാനുകളും നാം എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ളത് ഒക്കെ ദൈവത്തിന്റെ വലിയ പ്ലാനുകളാണ്. അതിന് ആ പ്ലാനുകളെ നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ല. അത് എങ്ങനെയായിരുന്നാലും നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് ഞങ്ങളുടെ നാട്ടില് ഉള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത ലോങ്ങലിന്റെ പുള്ളിക്കാരൻ്റെ ഒരു മോന് 37 വയസ്സേ ഉള്ളൂ. കാർഡിയോയുടെ ഡോക്ടറാണ്. എന്നെ അതാ നിശ്ചയപ്പെടുത്തിയത്. കാർഡിയോയുടെ ഡോക്ടറാ. കഴിഞ്ഞ രാത്രിയിൽ എന്തോ ഒരു വയറ്റിന് വേദന വന്നു, ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും അവർ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ 37 വയസ്സേ ഉള്ളൂ. കാർഡിയോയുടെ ഡോക്ടർ ഹാർട്ട് അറ്റാക്കാല് അവിടെ മരിച്ചു. എന്നാലോചിച്ച് നോക്കിയാൽ ജീവിതത്തിൽ 2 കൊച്ചു കുഞ്ഞുങ്ങള് ഭാര്യയും ആയിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് 37ാമത്തെ വയസ്സിൽ അതും ഒരു കാർഡിയോയുടെ ഡോക്ടർ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലെ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടു. ജീവിതത്തില് ചില പ്രയാസങ്ങളൊക്കെ ഞാൻ മനുഷ്യനെ വിളിച്ചു പോവുകയാണ്. കാരണം ഞൊടിഞ്ഞിടയില് ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. പക്ഷെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു മറുപടി ഉണ്ട്. കാരണം നമ്മുടെ കർത്താവ് 33 വർഷക്കാലമായി ലോകത്തിൽ ജീവിച്ചത്. ഈ ലോകത്തിന്റെ 33 വർഷക്കാലം ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ നമ്മുടെ കർത്താവ്, നമുക്ക് അതിലേക്ക് മാത്രം നോക്കാം. അതേ ഉള്ളൂ നമുക്ക് നോക്കാനുള്ള ഒരു വഴി, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വഴി നമുക്കില്ല. അതിന് ആ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന ആ പ്രയാസങ്ങൾ ചിലപ്പം ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠമായിരിക്കാം. നമുക്കത് പ്രയാസമായിട്ട് തോന്നിയെങ്കിലും അത് ദൈവത്തിന് വേറെ പ്ലാനുകൾ, ഓരോ പ്ലാനും ഓരോ മനുഷ്യനെ കുറിച്ച്, അതാ നമ്മുടെ പ്ലാനുകളെ കുറിച്ച് നമ്മൾ പലതൊക്കെയും പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? പറ്റത്തില്ല. പക്ഷെ എന്നാൽ ദൈവം തമ്പുരാന്റെ പ്ലാന് അത് മാത്രമേ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവും. ഇവിടെ പത്രോസും യാക്കോബും യോഹന്നാനും വിചാരിച്ചു ഇന്ന് നാം ഒഴിഞ്ഞ കൊട്ടയാട്ടൊക്കെയും വീട്ടിലേക്ക് കടന്നു പോകണം, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പറയണമെന്നൊക്കെയും ഭാരപ്പെട്ടു. പക്ഷെങ്കില് ദൈവത്തിന്റെ പ്ലാൻ അതല്ലായിരുന്നു. ആഴത്തിലേക്ക് വീശാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെങ്കില് അവരത് ഏറ്റെടുത്തപ്പോൾ, ദൈവത്തിന്റെ വാക്യം, ദൈവത്തിന്റെ വചനം അവരെ ഏറ്റെടുത്തപ്പോൾ, അവരെ കഷ്ടതകൾ കുറെ സഹിച്ചെങ്കിലും അതിന് തയ്യാറായിരുന്നെങ്കിൽ ശ്രേഷ്ഠമായതിനെ അവർക്ക് നേടുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് അന്നേരം ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. അതിനെ ഫേസ് ചെയ്യുവാന് പലപ്പോഴും നമ്മൾ മടിക്കാറുണ്ട്. അത് എന്തായിത്തീരുന്നു? നമുക്കറിയാം, യോനയുടെ അനുഭവം നമുക്കറിയാം. നിനവേലേക്ക് ദൈവം തമ്പുരാൻ അവനെ അയച്ചു. പക്ഷെങ്കിൽ അവനെ പേടിച്ച് അവൻ തർശീസിലേക്ക് കടന്നുപോയി. നിനവേൽ കടന്നുപോയാൽ അവന് വരുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അവൻ ബോധവാനായിരുന്നു. പക്ഷെങ്കിൽ ദൈവം തമ്പുരാന് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവനെ വീണ്ടും നിനവേലേക്ക് തന്നെ അയക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ ഫലമോ അത് അനുഗ്രഹത്തിനിടയാക്കിയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലൊക്കെ ഡൈവേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പോകും. പക്ഷെങ്കിൽ ആ ദൈവത്തിന്റെ പ്ലാൻ നമ്മളിൽ നിറവായെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിന് യാതൊരു മാറ്റവുമില്ല. ഇവിടെ ഞാൻ അടുത്ത പോയിന്റ് പറയുന്നത് കൊടുക്കുവാനുള്ള ഒരു മനോഭാവമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറായി. അവർ മറ്റേ പലകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ലഭിക്കുന്നതിനെ പത്രോസ് പടക് യേശുവിനെ കൊടുത്തത് കൊണ്ടാണ് അവന് അനുഗ്രഹിക്കപ്പെട്ടത്. അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടില്ലായിരുന്നു. പത്രോസ് പടവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ പത്രോസിന് അനുഗ്രഹം വരികയില്ലായിരുന്നു, അവന് പെരുത്ത മീൻകൂട്ടം ലഭിക്കുകയില്ലായിരുന്നു. പക്ഷെങ്കിൽ പത്രോസ് ആ പടക് ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ, നമുക്കുള്ളതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ പത്രോസും അവനുള്ള പടക് ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തപ്പോൾ അത് പത്രോസിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നമുക്ക് ലഭിക്കുന്നതിനെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനുള്ള ഒരു നിലവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കണം. അതുകൊണ്ട് യാതൊരു സംശയം ഇവിടെ നമുക്കതാ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 ഇങ്ങനെ പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ പഴയതൊക്കെ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, ഇത് അവനൊരു പുതിയതായി തീർന്നിരിക്കുന്നു. നാമം പൂർണ്ണമായി നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാ, നമ്മളൊരു പുതിയ സൃഷ്ടികളാണ്. അതിനെ പുതിയ സൃഷ്ടികളാകുമ്പോൾ പുതിയ അനുഭവങ്ങളാണ് നമ്മൾ വിളമ്പി കൊടുക്കേണ്ടത്, ഇല്ലേ? അതിന് ആ ഒരു പുതിയ അനുഭവം ഷെയർ ചെയ്യാനുള്ള അനുഭവം അവിടെ പത്രോസിന്റെ ജീവിതത്തിലും, അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയില് ദൈവം തമ്പുരാൻ അവന് കൊടുത്തപ്പോൾ അവനെ കൊടുക്കുവാനുള്ള ഒരു മനോഭാവമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പുതുതായി നാമം പൂർണ്ണമായി നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമുക്കും ദൈവ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് നമുക്കും സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. മർക്കോസിന്റെ സുവിശേഷം 12:42 കാണുന്നുണ്ട്. വിധവയായ ഒരു സ്ത്രീയെ
അവൾ വെള്ളിക്കാശ് ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഇടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ജീവനം മുഴുവനും ഇട്ടു എന്ന് പറയുന്നുണ്ട്. അനേകർ കൊണ്ടുവന്നിട്ട് ധാരാളം പണമൊക്കെ അവിടെ കൊണ്ടിടുന്നുണ്ട്. പക്ഷെങ്കില് കർത്താവ് കണ്ടത് ആ വിധവയ സ്ത്രീയുടെ ആ 1 പൈസ വിലയുള്ള 2 വെള്ളിക്കാശ നമ്മുടെ കർത്താവ് കണ്ടത്. ഹല്ലേലൂയ. അത് അവ പറയുന്നുണ്ട്, അവൾക്കുള്ളതിൽ നിന്ന്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, തനിക്കുള്ളതൊക്കെയും അവൾ ദൈവസന്നിധിയിൽ കൊടുക്കുക. അതാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് നമുക്ക് ദൈവം തരുന്നതിനെ നമുക്ക് അത് മടക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് അവൻ 2 വല, അവന്റെ വലയെല്ലാം നിറഞ്ഞു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ, നാമൊക്കെ ആണെങ്കിൽ ഒരു മനുഷ്യനെ പോലും വിളിക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ അതുമായിട്ട് സ്ഥലം വിടാൻ നോക്കും. എന്നാൽ പത്രോസ് അതല്ല അവിടെ ചെയ്തത്. ഹല്ലേലൂയ. അവൻ മറ്റുള്ള പടകിലുള്ളവരെ എല്ലാം വിളിച്ച് അവന്റെ അടുക്കിലേക്ക് കൂട്ടുന്ന ഒരു അവസ്ഥയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തന്നെങ്കിൽ അത് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, നമ്മുടെ സഹവിശ്വാസികൾക്കും ഒക്കെയും കക്ഷതയും പ്രയാസത്തിൽ അനുഭവിക്കുന്ന എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാ. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ നമുക്ക് വാരി വിളമ്പി പിന്നെയും തരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ലായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഈ കൃഷിയൊക്കെ നട്ടപ്പോൾ എനിക്ക് ആദ്യം പാവയ്ക്കൊന്നും അധികം ഉണ്ടായില്ല. അന്നേരം എനിക്കത് പ്രയാസമായി. കാരണം ഞാൻ പച്ചക്കറി അതൊന്നും കൂട്ടാറില്ല. അന്നേരം എനിക്കിത് വലിയ പ്രയാസമായി. ഞാൻ എല്ലാവരോടും പറയും, ഇപ്രാവശ്യം ഞങ്ങൾക്ക് പാവയ്ക്കൊന്നും ഇല്ല. കാരണം എനിക്ക് എല്ലാം കൃഷി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം, എന്നാലേ എനിക്കൊരു സന്തോഷമുള്ളൂ. അതിന് അതൊരു പ്രയാസമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു പാതിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് എന്റെ പാവലിലോട്ട് കയറാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ദിവസം പാസ്റ്റൊക്കെ വന്നപ്പോൾ അത് കണ്ടു കാണുമായിരിക്കും. അപ്പൊ അതുപോലെ അങ്ങ് ഇഷ്ടം പോലും ഭാവികയുണ്ടായി. അന്നേരം ദൈവം തമ്പുരാൻ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മനോഭാവം അറിഞ്ഞിട്ടാ ദൈവം തമ്പുരാൻ നമ്മളോട് കാരണം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ലാം നമ്മുടെ മനോഭാവം അറിഞ്ഞിട്ട്. കാരണം ദൈവം തമ്പുരാൻ അവനറിയാം. കാരണം എനിക്ക് വല്ലതും കിട്ടിയാൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന, പച്ചക്കറിയുടെ കാര്യമാണ് പറഞ്ഞത്, കൊടുക്കുന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. അതുകൊണ്ട് നമ്മുടെ മനോഭാവം അറിഞ്ഞിട്ടാ ദൈവം തമ്പുരാൻ നമ്മളോട് കരുണ ചെയ്യുന്നത്. അന്നേരം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മള് ലഭിക്കുന്നതിനെ നമുക്ക് ഒരു വിഹിതം ദൈവസന്നിധിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നമ്മളോട് കരുണ ചെയ്യും എന്നുള്ളത് യാതൊരു സംശയം. ഇവിടെ പത്രോസ് അനേകരെ അവിടെ കൂടെ ഇന്നവരൊക്കെയും വിളിച്ചു കൂട്ടിയിട്ട് തനിക്കുള്ളതൊക്കെയും മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവിന്റെ വാക്ക് കേട്ടപ്പോൾ അവരുടെ വലകൾ നിറഞ്ഞു. അവിടെ 2 പടകും നിറഞ്ഞു അവരുടെ മനസ്സ് നിറഞ്ഞ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ചിലപ്പം പ്രയാസമുള്ള കാര്യമായിരിക്കാം, മറ്റുള്ളവർ പഴിക്കുന്ന കാര്യങ്ങളായിരിക്കാം, മറ്റുള്ളവർ ദുഷിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്താലും അതൊരിക്കലും നമുക്ക് അനുഗ്രഹത്തിന്, ദോഷത്തിന് ഇടയായി തീരില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നെ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഗോൽഗൊഥായിലേക്കുള്ള യാത്രയിൽ ശിമോന് കർത്താവിന്റെ ക്രൂശ് എടുപ്പാനായിട്ട് കുറേനക്കാരനായ ശിമോൻ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ സമയത്തൊക്കെ ക്രൂശിൽ തൂങ്ങപ്പെട്ടവനും ക്രൂശെടുക്കുന്നതിനൊക്കെ ശപിക്കപ്പെട്ടവരായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ശിമോൻ, കുറേനക്കാരനായ ശിമോൻ നമ്മുടെ കർത്താവിന്റെ ക്രൂശെടുത്തതെങ്കിൽ അവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും അവന്റെ ജീവിതത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ന് അവൻ ഒരു പക്ഷെങ്കിൽ വിചാരിച്ചു കാണുമായിരിക്കാം, ഈ ക്രൂശെടുത്തത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വീഴ്ചയാണ് എന്ന് അവന് മനസ്സിലാക്കുക, അവൻ ചിന്തിച്ചു കാണിക്കുക. പക്ഷെങ്കിൽ ഈ കുറേനക്കാരനായ ശിമോന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട്, അവന്റെ നാമം ഇന്നും അനേകർ വായിക്കുന്നതായിട്ട്, ഇല്ലേ? നമ്മളൊക്കെയും എല്ലാ അധ്യായങ്ങളിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്നൊക്കെ ഈ പേരുകൾ വീണ്ടും വായിക്കുമ്പോൾ അത് എത്ര അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതം. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ പെട്ടകം ഒബേദ് ഏദോമിന്റെ ഭവനത്തിൽ കൊണ്ടുവച്ച അനുഭവം ഞാൻ നേരത്തെ പറഞ്ഞതാ. ആ ഭവനത്തിൽ ദാവീദിനെ പേടിച്ച, പക്ഷെങ്കിൽ ഒരുപക്ഷെ ഒബേദ് ഏദോമിന്റെ ഭവനത്തിൽ ഈ പെട്ടകം കൊണ്ടുവച്ച് ദാവീദിനെ പേടിച്ച, രാജാവിനെ പേടിച്ച ഈ മനുഷ്യന്റെ ഭവനത്തിൽ കൊണ്ട് പെട്ടകം വെച്ച്, പക്ഷെങ്കിൽ ആ ഭവനത്തില് വലിയ പ്രാർത്ഥനയും കൂട്ടായ്മയുടെ അനുഭവങ്ങള്, ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ അവിടെ തുടങ്ങിയപ്പോൾ ആ ഭവനത്തിനുണ്ടായ മാറ്റത്തെ കുറിച്ചാണ് വചനം പറയുന്നത്. അങ്ങ് ദൂരെയായിരുന്ന രാജകൊട്ടാരത്തിൽ പോലും ആ ഭവനത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് അറിയുവാൻ ദാവീദിനിടയായി. അന്നേരം ദൈവത്തിന്റെ സന്നിധിയില്, ദൈവത്തിന്റെ സന്നിധി നിന്റെ നമ്മുടെ ഭവനത്തിൽ വാഴുന്നുണ്ടെങ്കിൽ പ്രൈസ് ലോർഡ്, യാതൊന്നുകൊണ്ട് നമ്മൾ പേടിക്കണ്ട. ദൈവം നമ്മുടെ ഭവനത്തിലുണ്ട്. നമ്മുടെ ശൂന്യതകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ രോഗങ്ങളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവമാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കർത്താവ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ അവന്റെ കൊടുക്കുവാനുള്ള ഒരു മനോഭാവം, ദൈവം തമ്പതിനെ മറ്റുള്ളവർക്ക് വിളമ്പുവാനുള്ള ഒരു മനോഭാവം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു.
ഏഴാമതായിട്ട് യേശുവിനെ നോക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ 8ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഈ ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അവന് ലഭിക്കാത്തത്, ഒരു മുക്കുവനായ തനിക്ക് ഇന്നേ നാൾ വരെ നേടാൻ പറ്റാത്തത്, തനിക്കെന്നല്ല ഒരു മനുഷ്യനും നേടാൻ പറ്റാത്തത് എന്റെ ദൈവത്താൽ സാധ്യമായപ്പോൾ ആ മനുഷ്യൻ അവിടെ പറയുന്നു, ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് അവിടെ പറയുന്ന പത്രോസിനെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എത്ര പേർക്ക് സെവിസത്തിൽ പറയുമ്പോൾ, കർത്താവേ, ഞാൻ പാപിയ, എന്റെ ജീവിതത്തില് ഞാൻ പെർഫെക്റ്റ് അല്ല, ഇല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, വല്ലഭന്റെ മഹത്വത്തിന് ഒത്തോണം ഉയരുവാനായിട്ട് പറയും, നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, ദൈവത്തോടൊപ്പം ചേരുവാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് എത്ര അത് സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇവിടെ പത്രോസ് അവന്റെ ജീവിതത്തിൽ അവനെ ആകൊണ്ട് അവനെ വിട്ടുപോകണമേ എന്ന് പറയുന്ന പത്രോസിനെ നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പത്രോസ് പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലിരുന്ന് കർത്താവിന് സഹായത്തിനായി കണ്ണുകൾ ഉയർത്തുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രയാസങ്ങളുടെ മധ്യത്തില് നമ്മൾ നോക്കുന്നത് ദൈവത്തിലേക്കാ, ആ ഒരു സഹായത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നത്. പക്ഷെ ഇവിടെ പത്രോസ് അവന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കാത്ത വലിയൊരു സന്തോഷത്തിന്റെ മധ്യത്തിലും ദൈവത്തിലേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എത്ര പേർക്ക് സന്തോഷത്തിലും ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കുന്നുണ്ട്? പലപ്പോഴും ജീവിതത്തിലെ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ മാറ്റിവെക്കും. കാരണം പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ സന്തോഷങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അസാന്നിധ്യമായിട്ട് മാറുമ്പോൾ അത് നമുക്ക് പ്രയാസങ്ങൾക്കിടയായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഗലീലയിലെ കല്യാണത്തിന്, കാനാവിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചത് നമുക്കറിയാം. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം, ആ ഭവനത്തിലുണ്ടായിരുന്ന സന്തോഷം അസന്തോഷമായിട്ട് മാറേണ്ട ഒരു അവസരത്തില് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അവിടെ കടന്നു വന്നപ്പോൾ അത് സന്തോഷത്തെ ശ്രേഷ്ഠമാക്കി തീർക്കുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ശൂന്യതകള്, നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ അനുഗ്രഹമായി തീരണമെങ്കിൽ അത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു യാതൊരു സംശയമില്ല. നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് സന്തോഷങ്ങളാക്കി മാറ്റണം, നമ്മുടെ കണ്ണുനീരിലെ സല്ലാപങ്ങളാക്കി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കണം. അത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളത് കൊണ്ട് സാധിക്കുന്നത് അതൊക്കെ നശിച്ചു പോകുന്ന ദൈവത്തെ കൊണ്ട് മാത്രമേ, നമ്മുടെ കർത്താവിനെ കൊണ്ട് മാത്രമേ അത് നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. യേശുവിലേക്ക് നോക്കുന്ന ഒരു പത്രോസ് നമ്മുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും അതിലുപരിയായിട്ട് സന്തോഷത്തിലും യേശുവിലേക്ക് നോക്കണം. അവനിൽ നിന്നുള്ള കൃപകളെ പ്രാപിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. 8ാമതായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, വിളിച്ച് വേർതിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിളിച്ച് വേർതിരിക്കുന്ന 10ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു, യാക്കോബ് യോഹൻ എന്ന സെബെദി മക്കൾ ഔവണ്ണം തന്നെ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും എന്ന് പറഞ്ഞു. യേശു ഇന്ന് മുതൽ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു ചുമതല, ഒരു പുതിയ ചുമതല അവരെ ഏൽപ്പിക്കുകയാണ്. അവര് വെള്ളത്തിലെ മീൻപിടുത്തവും കരയിലെ മീൻപിടുത്തവും രണ്ടോട് ഒരുമിച്ച് ഒരു മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ പഴഞ്ചൊല്ല് പറയാം, 2 പടകിൽ കൂടി കാല് വെക്കാൻ പറ്റില്ല. കാരണം അതിന്റെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെയാ കടലിലെ മീൻപിടുത്തവും കരയിലെ മീൻപിടുത്തവും രണ്ടുകൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ പോരുക, വെള്ളത്തിലെ മീൻപിടുത്തമൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണം. ഒരുമിച്ച് അവർ പോകുന്നു. കർത്താവിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. കാരണം അവരുടെ പടകുകൾ അവർക്ക് നഷ്ടമായി, അവരുടെ വലകൾ അവർക്ക് നഷ്ടമായി. പക്ഷേ അന്നത്തെ ദിവസം അവർക്ക് 2 പടക് നിറച്ച് മീനുകളാണ് ലഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെത്രാണ്ട് സന്തോഷിച്ച് കാണും. അവര് ആ മീനുകൊണ്ട് അവരെന്തെല്ലാം പ്ലാനുകൾ കണക്ക് കൂട്ടി കാണും. എന്നാൽ അതൊക്കെ ഉപേക്ഷിക്കുക അവരെ ആരും നിർബന്ധിച്ചില്ല. കർത്താവ് അവരെ വിളിച്ചു. അവരുടെ പടക്കുകളും അവരുടെ വലകളും അവരുടെ മീനുകളെല്ലാം അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കർത്താവിനെ പിൻപറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചില ജീവിതത്തിൽ, നമ്മുടെയും ജീവിതത്തിൽ ചില നഷ്ടങ്ങള് നമുക്ക് സഹിക്കേണ്ടി വന്നെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി വല്ലതും നമുക്കും നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ജീവിതത്തിൽ അതെല്ലാം അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ അവർക്ക് ലഭിച്ചതോ കർത്താവിന്റെ ആ അനുഗ്രഹമാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉത്സാഹത്തോട് ജോലി ചെയ്യുന്നവരെ നമ്മുടെ കർത്താവ് ശ്രേഷ്ഠമാക്കും. ദൈവസന്നിധിയിൽ നമ്മൾ ഉത്സാഹത്തോട് വേല ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇടയിൽ നമ്മളെ ശ്രേഷ്ഠമാക്കി തീർക്കും എന്നുള്ളത് യാതൊരു സംശയം. അവസാനമായിട്ട് സകലതും വിട്ട് അനുഗമിക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ 11ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരെ ആക്കും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവരെ അനുഗമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവര് ഈ പടകുകൾ ആക്ച്വലി കരയ്ക്ക് അവർ അടുപ്പിച്ചില്ല. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഷോറിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഈ പടക്. എന്നാൽ കർത്താവ് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജോലികൾ
അവരെ വിളിച്ച് അവരെ ആ പടക് അവിടെ ഇട്ടിട്ട്, എന്നാൽ ഞങ്ങൾക്ക് ഫിഷ് കിട്ടും, ഞങ്ങൾക്ക് ഇനി മീനൊന്നും വേണ്ട, ബാക്കി നിങ്ങൾ എടുത്തോ, നിങ്ങൾ പടക് കരയ്ക്ക് അടുപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല പത്രോസ് അവിടെ ചെയ്ത്. പിന്നെയോ അവന്റെ ജോലി അവൻ ഉത്തമമായിട്ട് അവിടെ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പടക് അവൻ കരയിലേക്ക് അടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എനിക്കിതിനും കിട്ടാനൊന്നുമില്ല, എനിക്ക് കിട്ടാൻ പോകുന്നില്ല, മറ്റുള്ളവർ കൊണ്ടുപോകും. പക്ഷെങ്കിൽ അവനെ ഏൽപ്പിച്ച ഒരു ജോലിയുണ്ട്. അവൻ പടക് കരയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിരിച്ച് പടക് വീണ്ടും കരയ്ക്ക് എത്തിക്കുക എന്നുള്ളത് അവന്റെ ജോലിയാണ്. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? അവിടെ പറയുന്നുണ്ട്, അവൻ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പടകുകളെ ദൈവസന്നിധിയിലേക്ക് അവൻ തിരികെ പടകുകളെ അടുപ്പിച്ചിട്ട് അവൻ പടക് സകലവും വിട്ട് അവരെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സകലതും വിട്ട് 2 പടക് നിറഞ്ഞ മീനുകള്, അവരുടെ വലകള്, പടകുകളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മനുഷ്യൻ, തച്ചനായ ഒരു മനുഷ്യൻ വന്ന് വിളിച്ചപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ പുറകിൽ അവൻ മടങ്ങി പോകണമെങ്കിൽ അവന്റെ ജീവിതത്തിലെ ചില അനുഗ്രഹങ്ങൾ ആ നിമിഷം അവന് പ്രാപിപ്പാനായിട്ട് സാധിച്ചു. അവരുടെ ജീവിതത്തിലെ ശൂന്യത വന്നത് കർത്താവിന് അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കാണിക്കുവാൻ തക്കവണ്ണം ഇടയാകാൻ വേണ്ടിയാ. ഈ പത്രോസിന്റെയും ജോണിന്റെയും ജെയിംസിന്റെയും ജീവിതത്തില് ആ ശൂന്യത അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ശൂന്യതയുടെ മധ്യത്തിലും അവരുടെ വാക്കുകളെ വിശ്വസിക്കുന്ന, അവരുടെ പടകുകളെ കൊടുക്കുന്ന, അവൻ പറയുന്നത് കേൾക്കുന്ന, ആഴത്തിലേക്ക് വീശുന്ന ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെയും കർത്താവിന്റെ വാക്കുകളെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പ്രയാസമായിരിക്കാം, ആഴത്തിലേക്കൊക്കെ വീശുന്ന പ്രയാസമായിരിക്കാം. പക്ഷെങ്കിൽ അവരുടെ അനുസരണ അവരുടെ ജീവിതത്തിൽ അവരെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പത്രോസൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ഭവനങ്ങൾ, അവർക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന അവർ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാം ഇട്ട് കളഞ്ഞിട്ട്, ഒരു മുക്കുവിനെ കുറിച്ച് നമുക്കറിയാം, അവരുടെ ആകെ സമ്പാദ്യം പറഞ്ഞാൽ അവരുടെ പടകോ അവരുടെ വലയും അല്ല, ഒന്നും അവരുടെ ജീവിതത്തിൽ സമ്പാദ്യമായിട്ട് കാണുകയില്ല. എന്നാൽ അതൊക്കെ അവർക്ക് ശ്രേഷ്ഠമാണ്, അവരുടെ ജീവിതത്തിൽ ആകെയുള്ളത്. അതില്ലെങ്കിൽ അവരില്ല. കാരണം അവർക്കൊന്നും മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഈ അവസ്ഥയിലും കർത്താവ് അവരെ വിളിച്ചപ്പോൾ അവർക്കുള്ളതിനെ വിട്ടിട്ട് കർത്താവിനെ പിൻചെറ്റി ചെല്ലുന്ന ഒരു പത്രോസിനെയും സമൂഹത്തെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ രഥസന്ധ്യയുടെ യാമത്തില് ഞാൻ ഈ വിഷയം എടുത്തത്, കർത്താവിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ ശോധനകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെയും കടന്നു വരുന്നുണ്ട്. പക്ഷെങ്കിൽ നാം ചിന്തിക്കുക, അതൊക്കെയും ദൈവമേ നിന്റെ ഹിതം എന്നിൽ ശ്രേഷ്ഠമാക്കാൻ വേണ്ടിയാ, എന്നിൽ നടപ്പാകാൻ വേണ്ടിയാ എന്റെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളൊക്കെയും കടന്നു വരുന്നത്. എന്റെ ശൂന്യതകളെ, എന്റെ രോഗങ്ങള്, എന്റെ പ്രയാസങ്ങളൊക്കെ, നമ്മുടെ ആർക്കും ഈ രോഗമോ പ്രയാസമോ വേദന ഇല്ലാത്ത ആരുമില്ല, എല്ലാവരും അതൊക്കെ ഉള്ളവരാ. ഇതൊക്കെ നമ്മളെ ദൈവം ഒരു ശോധനയിൽ കൂടി കടത്തിക്കൊണ്ട് പോകും, അല്ലെ? ഒരു തൂച്ചുകളുടെ അനുഭവത്തിൽ കൂടി നമ്മളെ നടത്തിക്കൊണ്ടുപോകും. പിന്നെ എന്തിനു വേണ്ടി? നമ്മളെ ഒന്ന് പരിശോധന ചെയ്തിട്ട് ഒന്ന് ഊതിക്കിടിച്ച് നല്ല പരിശുദ്ധമായ സ്വർണ്ണങ്ങളാക്കി, ഗോൾഡാക്കി മാറ്റുവാൻ തക്കോണോ നമ്മൾ ഈ ശോധനയിൽ കൂടിയൊക്കെയും കടന്നു പോകുന്നത്. അന്നേരം ഈ ശോധന നമുക്ക് ഒരിക്കലും ഒരു എൻഡിങ് പോയിന്റ് അല്ല, പിന്നെയോ അത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. ഈ ശോധന കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങുന്ന അവസ്ഥയാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി തീരേണ്ടത്. അതുകൊണ്ട് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ഈ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ആ വലിയ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അതിന് സർവശക്തനായ ദൈവം നമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും